നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചാണ്. അതിന്റെ അടിസ്ഥാനം എങ്ങനെയാണ്? വിശുദ്ധി. വിശുദ്ധി എന്താണ്? വിശുദ്ധിയാണോ പണമാണോ വലുത്? നമ്മൾ വീശു എന്നൊക്കെ വെച്ചോണ്ടിരിക്കും. നമ്മൾ ആരും പറയത്തില്ല. കാരണം നമ്മുടെ ബുദ്ധിയിൽ നമുക്കുള്ളത് പണമാവല് എന്നാണ്. വിശുദ്ധിയേക്കാൾ വലുതല്ല പണം. ഉദാഹരണം പറയുകയാണ്. വിശുദ്ധി, പണം. പണക്കാരെത്രയോ ആൾക്കാർ മരിച്ചു. പണമുള്ള, പ്രതാപമുള്ള, വലിയ വീടുണ്ടായിരുന്ന, വലിയ കോടികൾ, ലക്ഷങ്ങൾ മുതൽ മുടപ്പുള്ള കാറുകൾ ഓടിച്ചുകൊണ്ടിരുന്ന എത്രയോ വലിയ മുതലാളിമാർ മരിച്ചു. ഏതൊക്കെയോ സിമിത്തേരികളിൽ അടക്കി. പക്ഷെ ആ സിമിത്തേരിയിൽ നമ്മൾ ആരും പോയി കൈകൂപ്പി പിടിച്ച് നിൽക്കാറില്ല. അയാൾ മരിക്കുന്നവരെ വലിയ വിലയാണ്, മരിച്ചു കഴിഞ്ഞാൽ പുല്ലു വിലയാണ്. വലിയ പണക്കാരന്മാര് മരിച്ചിട്ട് ആ പണക്കാരുടെ സിമിത്തേരി വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ മക്കള് പോലും ഇല്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൻസ എന്നൊരു സിസ്റ്റർ മരിച്ചു. വിശുദ്ധിയുള്ള ഒരാളായിരുന്നു. ഒരു സ്ഥലത്ത് അടക്കി. വർഷം കുറെ കഴിഞ്ഞിട്ടും ആ കല്ലറയുടെ അടുത്ത് പോയി നമ്മൾ കൈകൂപ്പി പിടിച്ചു നിൽക്കും. ആ സിമിത്തേരിയിൽ, ആ കല്ലറയുടെ മുമ്പിൽ പോയി നമ്മൾ മുട്ടുമടക്കും. നമ്മൾ മുഖം തൂക്കുന്ന തുവാല കൊണ്ട് ആ സിമിത്തേരിയുടെ മുകൾ, ആ കല്ലറയുടെ മുകൾ തൂക്കും. കുഞ്ഞുങ്ങളെ നേർച്ച നേരും. കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുകയാണെങ്കിൽ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ കിടത്തുകൊള്ളാമേ. ഏതെങ്കിലും ഒരു പണക്കാരൻ മരിച്ചിട്ട് അയാളുടെ ആ ഒരു കല്ലറയുടെ മുമ്പിൽ കൈകൂപ്പി പിടിച്ചു നിൽക്കുന്ന മക്കളെ പോലും കാണത്തില്ല. പണത്തിന് വിലയില്ല. പണത്തെക്കാൾ വിലയാണ് വിശുദ്ധിക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണം പണമില്ലാത്തത് കൊണ്ടല്ല, എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, വീട് ചെറുതായത് കൊണ്ടല്ല കുടുംബ ബന്ധങ്ങൾ അകലുന്നേ. എന്തുകൊണ്ടാ അകലുന്നേ? വിശുദ്ധി ഇല്ലാത്ത ജീവിതങ്ങളിലാണ് ബന്ധങ്ങൾ അകന്നകന്നു പോകുന്നേ. വിശുദ്ധിയില്ലാത്തൊരു ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹവും അടുപ്പവും കൂടുകയില്ല, കുറഞ്ഞു വരും. വിശുദ്ധിയില്ലാത്തൊരു ഭാര്യയുടെ ായിട്ടുള്ള ബന്ധം ഭർത്താവ് മിണ്ടത്തുപോലുമില്ല, മിണ്ടാൻ പോലും സമയം വെക്കത്തില്ല, അകലാൻ തുടങ്ങും. വിശുദ്ധിയില്ലാത്ത കുടുംബങ്ങളിൽ ബന്ധങ്ങൾ തമ്മിൽ അടുക്കത്തില്ല, അകലും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ഇന്ന വീട്ടിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. നിങ്ങളോട് പറയുക, നിങ്ങളൊന്ന് പറയാ. നിങ്ങൾ ആ വീട്ടിൽ പോയി ആ പ്രശ്നം തീർക്കാൻ പോകുമ്പോൾ മനസ്സിൽ കുറിച്ചിട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആത്മാവോട് ദൈവം സംസാരിക്കും. ഈ കുടുംബത്തിൽ ഈ ബന്ധങ്ങൾ തകരാനുള്ള കാരണം വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യത എന്ന് പറഞ്ഞെന്താ? നല്ല വൃത്തിയായി സൂക്ഷിക്കണം. പല ബന്ധങ്ങളും തകരാനുള്ള കാരണം എന്നറിയാം. ഒരു കാരണം, ശരീരത്തിന് വൃത്തിയില്ല. ഭാര്യ പറയും ഭർത്താവിന് ഒരു വൃത്തിയില്ല മനുഷ്യന്. ഭർത്താവ് പറയും ഭാര്യയ്ക്ക് ഒരു വൃത്തിയില്ല. വൃത്തിയായിട്ട് നടക്കത്തില്ല. വൃത്തി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. വലിക്കുകയും കുടിക്കുകയും ശവയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ, മുറുക്കുന്ന ആളുകൾ, വിശുദ്ധിയില്ല, വൃത്തിയില്ല. മണമാണ്, മണം. കുടിച്ചേന്റെ മണം, വലിച്ചേന്റെ മണം, ഏതാണ്ടോ ചവച്ചേന്റെ മണം. ഒരു വൃത്തിയില്ല മനുഷ്യന്. അപ്പൊ ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാവോ? അല്ല. അപ്പോൾ മുതൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. വിശുദ്ധിയില്ലാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ, വിശുദ്ധിയില്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ, വൃത്തിയില്ലാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അകലാൻ തുടങ്ങും.
വിശുദ്ധിയുള്ള കുടുംബങ്ങളിലെ ബന്ധങ്ങൾ സുദൃഢമാവുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിയുടെ കുറവ്. ഞാൻ വിചാരിച്ചു പൈസയ്ക്കാ വിലയെന്ന്. പൈസയേക്കാൾ വില വിശുദ്ധിക്കുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഒരു ഇടവകയിലെ വികാരിയച്ഛൻ, മാനന്തവാടി രൂപതയിലെ ഒരു അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നെ ധ്യാനത്തിന് വിളിക്കാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കാര്യത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയണം ഇടവകയിൽ, ആ ഒരു കാര്യമൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛൻ്റെ ഇടവകയിൽ ഒരു അറിയിപ്പ് നടത്തി. അതായത് നമ്മൾ മരിച്ചവരെ ഓർക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അത് 2 ആഴ്ച മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ സിമിത്തേരി അല്ല കല്ലറ വൃത്തിയാക്കണം, അവരവർ തന്നെ കല്ലറ വൃത്തിയാക്കണം. അച്ഛൻ 2 ആഴ്ച മുമ്പേ പറഞ്ഞിട്ടും ഒരു കുടുംബത്തിലെ, സാമാന്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ ആ വീട്ടിലെ ആരും വന്ന് ആ കല്ലറ വൃത്തിയാക്കിയില്ല. അപ്പോൾ അച്ഛൻ ലാൻഡ് ഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ, നാളെയാണ് ദിവസം, നിങ്ങൾ മറന്നുപോയതാണെങ്കിൽ ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ശരിയച്ച ഞങ്ങൾ ഓർക്കൊണ്ട് വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. പിറ്റേ ദിവസം അച്ഛൻ കുർബാനയ്ക്കായി അറിയിപ്പ് ഉള്ള ഡയറിയും ഒരു ബൈബിളും പിടിച്ചു പോകുമ്പോൾ അച്ഛൻ പെട്ടെന്ന് തോന്നില്ല, ആ കല്ലറ വിളിച്ചു പറഞ്ഞിട്ട് അവരുകാൻ വന്നോന്നറിയാൻ വേണ്ടി സിമിത്തേരി കയറി പോയപ്പോൾ ആ കല്ലറ വൃത്തിയല്ല, അങ്ങനെ തന്നെ കിടക്കുക, തൂത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു KCYM ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിടാ, ഒരു തുണി എടുത്തോണ്ട് വന്നേടാ, ഒരു പഴംതുണി എടുത്തോണ്ട് വന്നേടാ. ആ തുണി കൊണ്ടുപോയി ഒരു വെറുതെക്കാരൻ, ഒരു KCYM ഒരു ചെറുക്കനാണ് ആ ഒരു മനുഷ്യന്റെ സിമിത്തേരി കല്ലറ വൃത്തിയാക്കിയത്. മക്കൾ എവിടെ പോയി? മക്കളും മകളുടെ ഭാര്യമാരും അവരൊക്കെ, മക്കളും മരുമക്കളൊക്കെ എവിടെ പോയി? പണത്തിന് വിലയുണ്ടായിരുന്നെങ്കിൽ ഈ പണക്കാരന്റെ കല്ലറ തൂക്കാൻ അവർ വന്നേനെ. പണത്തിന് വിലയുണ്ട്, ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര വിലയാ. മരിച്ചു കഴിഞ്ഞാൽ വിലയുള്ളത്. വിശുദ്ധിയോടെ ജീവിച്ചാൽ മരിച്ചു കഴിഞ്ഞും ആ വ്യക്തിക്ക്, ആ കല്ലറയ്ക്ക് പോലും ഒരു വിലയുണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധിയെ കുറിച്ച്. വിശുദ്ധി. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പ്. ഭർത്താവ് കേരളത്തിന്റെ പുറത്ത് ഒരു ജോലിക്കാരനായിരുന്നു. അവിടെ തെറ്റായ ബന്ധത്തിലൂടെ എയ്ഡ്സ് രോഗം പിടിപെട്ടു. അയാൾ നാട്ടിലേക്ക് വന്നു. ഭാര്യയോട് ആ രോഗവിവരം പറഞ്ഞില്ല. അതിനുശേഷം ഇയാൾ ഈ ഭാര്യയ്ക്കും ഈ രോഗം കൊടുത്തു, എയ്ഡ്സ് രോഗം കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാർത്ഥം ഇയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആരോഗ്യ വകുപ്പ് വളരെ കെയർ ആയിട്ട് ഇയാളെ കൊണ്ടു നടക്കുകയാണ്. എയ്ഡ്സ് രോഗമാണ്, വളരെ ശ്രദ്ധിച്ച് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ ഭാര്യയാണ് കൂടെ നിന്ന് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ രോഗം ബാധിച്ച പാവം ഭാര്യയോട് ഇയാൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട്, ഭാര്യയുടെ കയ്യെ പിടിച്ചിട്ട് ആശുപത്രി കിടക്കേന്ന് പറഞ്ഞു, എടീ നീ എന്നോട് ക്ഷമിക്കണം, എന്റെ രോഗം നിനക്കും ഉണ്ട്. ആ സ്ത്രീ അവിടെ തകർന്ന് തരിപ്പണമായി. നേരെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കരഞ്ഞോണ്ട് വീട്ടിൽ വന്ന ആങ്ങളയോട് പറഞ്ഞു, എനിക്കും ഈ രോഗം ഉണ്ടെന്നാ ആ മനുഷ്യൻ പറയുന്നേ. കേരളത്തിന്റെ പുറത്ത് ഒരു ആശുപത്രി കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്തു. ഇവിടെ എങ്ങാനും ചികിത്സിച്ചാൽ അന്നേരം ആരോഗ്യവകുപ്പ് ചാടി ഇടപെടും. ലൈറ്റ് വെച്ച, ബോർഡ് വെച്ച വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് വരും ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ. അപ്പൊ നാണക്കേട് കൊണ്ട് കേരളത്തിന് ബ്ലഡ് ചെക്ക് ചെയ്തു, എയ്ഡ്സ് രോഗമുണ്ട്. അപ്പോൾ മുതൽ ഭർത്താവിനോട് വെറുപ്പായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭർത്താവ് ശ്വാസം വലിക്കാൻ പോലും പറ്റാതെ കിടന്നപ്പോൾ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, എടി നീ ഇവിടം വരെ ഒന്ന് വരണം, അവന് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരെ ഭാര്യ ഫോണിലൂടെ പറഞ്ഞു, ആ മനുഷ്യന്റെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞു, പോയില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും സീരിയസ് ആയി മരണത്തോട് അടുത്ത് കിടക്കുമ്പോ ഭർത്താവിന്റെ കുടുംബക്കാർ വിളിച്ചു പറഞ്ഞു, എടി നീ പഴയ വൈരാഗ്യം വെച്ചോണ്ടിരിക്കല്ലേ, നീ ഇവിടം വരെ വരണം. അവള് പറഞ്ഞു, എനിക്ക് വേണ്ട, മനുഷ്യനെ കാണണ്ട. ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മെലിഞ്ഞു വരിഞ്ഞു ഉണങ്ങി മരിച്ചുപോയപ്പോൾ വിളിച്ചു പറഞ്ഞു, അവൻ മരിച്ചു കേട്ടോ, ശവോടെ കാണും, നീ വരണം. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ആ മനുഷ്യൻ മരിച്ചു പെട്ടിക്കകത്ത് കിടക്കുന്ന മുഖം പോലും കാണുന്നത് എനിക്ക് വെറുപ്പും അറപ്പുമാണ്. എന്റെ ജീവിതം തകർത്ത മനുഷ്യൻ. ഇത്രയും അറപ്പും വെറുപ്പും ഭർത്താവിനോട് തോന്നാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, എഡ്യൂക്കേഷൻ കുറഞ്ഞത് കൊണ്ടല്ല, വിശുദ്ധിയുടെ കുറവ് ആ കുടുംബത്തിൽ വന്നതുകൊണ്ടാ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മൾ ആരും വലിയ വില കൊടുക്കാത്ത ഒരു കാര്യമാണ് വിശുദ്ധി. ശ്രദ്ധിച്ചേ, വിശുദ്ധിയുടെ കുറവ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കണ്ണിന്റെ വിശുദ്ധി, ശരീരത്തിന്റെ വിശുദ്ധി. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മൊബൈൽ വരെ കൈകാര്യം ചെയ്യാൻ അറിയാം. പുതിയതായിട്ട് ഹുണ്ടായുടെ ഒരു കാർ ഇറങ്ങിയാൽ അതിന്റെ മൈലേജ് അടക്കം അതിന്റെ മുഴുവൻ സ്പെഷ്യാലിറ്റീസും പിള്ളേർക്ക് അറിയാം. പക്ഷെ എന്തറിയത്തില്ല, സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല.
ഏത് മാതാപിതാക്കളാ മക്കളോട് വിശുദ്ധിയിൽ വളരാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള? ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് പറ. മക്കളോട് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല പഠിക്കടാ പഠിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറാവണം എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധിയിൽ വളർന്നു വരണം എന്ന് എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? വിശുദ്ധിയിൽ വളരാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതിന്റെ പരാജയത്തിന്റെ ദുഃഖമാണ് നമ്മുടെ പലരുടെയും മുഖത്തും കുടുംബത്തിലും ഉള്ളത്. വിശുദ്ധിയിൽ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ നന്നായിട്ട് അറിയണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വിശുദ്ധി ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ കുടുംബങ്ങളിൽ പറ്റുന്നൊരു തെറ്റാ. 15 വയസ്സ് തൊട്ട് ഒരു 10-26 വയസ്സ് വരെ ഒരു പ്രത്യേക ജീവിതമാണ്. 15 വയസ്സ് തൊട്ട് ഏകദേശമാണ് പറയുന്നത്. കല്യാണം കഴിക്കുന്നവരെ തോന്നിപോലൊരു ജീവിതം നയിക്കും. കാണണ്ടാത്തതെല്ലാം കാണും, കേൾക്കണ്ടാത്തത് കേൾക്കും. തെറ്റായ ബന്ധങ്ങൾ, മദ്യപാനം, ലഹരി, വീടിവലി, സിഗരറ്റ് വലി. എന്നിട്ട് 10-26 വയസ്സാകുമ്പോ ഏതേലും പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കും. ആളുകൾ വിചാരിച്ചോണ്ടിരിക്കുന്ന 15 വയസ്സ് വരെ 25 വയസ്സ് വരെ ഉഴപ്പാനുള്ള പ്രായമാണെന്നാണ്. അല്ല, അത് വിശുദ്ധിയിൽ വളരാനുള്ള പ്രായമാണ്. 15 മുതൽ 25 വരെ അത് ഉഴപ്പാനുള്ള പ്രായമല്ല, വലിക്കാനും കുടിക്കാനും വഴി കിടക്കാനുള്ള പ്രായമല്ല. വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളരാനുള്ള പ്രായമാണ്. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് എന്നാ പറ്റിയേ? 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നു. അയാൾ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ വിശുദ്ധിയില്ല. അയാൾ മദ്യപിക്കുന്നയാളാണ്, ബീഡി വലിക്കുന്ന ആളാണ്, തെറ്റായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അശുദ്ധിയിൽ ജീവിച്ച ആളാണ്. അയാൾ ഉടനെ കല്യാണം കഴിക്കുന്നു. കുറച്ചു നേരത്തേക്ക് മാന്യനായി വിശുദ്ധനായിട്ട് കല്യാണം കഴിക്കുന്നു. 1 വർഷം കഴിയുമ്പോൾ ഇയാളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആരിൽ നിന്ന്? ഇയാൾ ഏത് അവസ്ഥയിലാണോ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത് അതേ അവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് 10ാം ക്ലാസ് +2 വരെ ഒരു കുഴപ്പക്കാരനായിരിക്കില്ല. ആ കുട്ടി ഒരു കുഴപ്പം, നിങ്ങൾ ഇരിക്കാൻ പറയുന്നിടത്ത് ഇരിക്കും, പോടാ പള്ളിയിൽ പോടാന്ന് പറയുന്നത് പോകും, നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും. ഇത് +2 വരെ. +2 കഴിഞ്ഞൊരു നിശ്ചിത പ്രായം കഴിയുമ്പോഴോ ഏത് അവസ്ഥയിലാണോ ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിന്റെ ഡബിൾ സ്വഭാവം ഈ കൊച്ച് ഇങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാജയത്തിന് കാരണമാണ്. മക്കള് തലവേദനയാകാനുള്ള കാരണം ഇതാ. ഇനി ആകാൻ ആഗ്രഹമുള്ളവരും ഒരുങ്ങിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മക്കൾ കുടുംബത്തിനും നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ആകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വിശുദ്ധിയിൽ ജന്മം കൊടുക്കണം. വിശുദ്ധിയിൽ ജന്മം കൊടുത്തില്ലെങ്കിൽ ആ സ്വഭാവം തിരിച്ചു കാണിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിക്ക് ഒരു വിലയുണ്ട്. വിശുദ്ധിയില്ലാത്ത കുടുംബങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. പിശാച് ഒഴിഞ്ഞു പോവുകയല്ല. ചപ്പും ചവറും കൂട്ടിക്കിടക്കുന്നിടത്ത് പാമ്പും പഴുതാരം കയറി ഇരിക്കും എന്ന് പറയല്ലേ, അതുപോലെയാ. വിശുദ്ധിയില്ലാത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ പിശാച് അള്ളിപ്പിടിച്ചിരിക്കും, മരത്തേൽ ഇത്തിൽ കണ്ണി ഇരിക്കുന്ന പോലെ. പിശാച് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ച അതേ പോളിസി ഉപയോഗിക്കും. എന്ത് പോളിസി ഉപയോഗിച്ചേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയാണ്. അതിന്റെ മലയാളം ഇന്ത്യയെ കൊണ്ട് ഒരു ബോംബിടുവല്ല ബ്രിട്ടീഷുകാർ ചെയ്ത്, ഇന്ത്യക്കാരെ തമ്മിൽ അങ്ങോട്ട് അടുപ്പിച്ചു. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത് ഒരു വഴിയാണ്, നമ്മളെ തമ്മിൽ അടുപ്പിക്കും. ഒരു വീട്ടിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ പാകപ്പിഴ സംഭവിച്ചത് അവിടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം. ഇനി ശ്രദ്ധിച്ച്, നമ്മൾ മഴ വരുമ്പോ നമ്മൾ എന്തിനാ കൊടയെടുക്കുന്നേ? മഴ വരുമ്പോൾ എന്തിനാ കൊടയെടുക്കുന്നേ? അതറിയാലോ. മഴയെ നിർത്താൻ വേണ്ടിയാണോ നമ്മൾ കൊടയെടുക്കുന്നത്? ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നത്? ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഞാൻ എന്തിനാ കുടുംബ പ്രാർത്ഥന നടത്തുന്നത്? ഞാൻ എന്തിനാ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്? ഞാൻ എന്തിനാ കൊടയെടുക്കുന്നത്? ഞാൻ കൊടയെടുക്കുന്നത് മഴയെ നിർത്താനല്ല. മഴ പെയ്തോട്ടെ, പക്ഷെ ഞാൻ നനയാതിരിക്കാനാണ്. ബൈക്ക് ഓടിക്കുന്ന ഞാൻ എന്തിനാ ഹെൽമെറ്റ് വെക്കുന്നേ? അപകടം ഉണ്ടാകാതിരിക്കാനല്ല,
അപകടമുണ്ടായാലും എനിക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ്. ശ്രദ്ധിച്ചേ, അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനാ പാപം ഏറ്റു പറയുന്നേ? നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ. ഞാൻ എന്തിനാ എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നേ? എന്റെ മക്കൾ അഭിവൃദ്ധിപ്പെട്ടു വരാൻ. ശ്രദ്ധിച്ചേ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയും ലോകം വളർന്നു. അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് അറിയാൻ പറ്റും ലോകം വളർന്നു. ലോകം വളർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ആളാം വീതം വണ്ടിയായി. പണ്ട് നമ്മുടെ പള്ളിയിൽ ആകെ 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളാം വീതം മുറ്റത്ത് മുഴുവൻ കാറാ. ഒരു ഫൊറോന പള്ളിയിൽ കാർ എന്തേരം ഉണ്ട്, അത്രയും കാർ നമ്മുടെ പള്ളിമുറ്റത്തുമായി. എല്ലാവർക്കും ആളാം വീതം കാറായി. ലോകം വളർന്നു. ലോകം വളർന്നിട്ടില്ല. ലോകം വളർന്നെങ്കിൽ മദ്യപാനം കൂടിയോ കുറഞ്ഞോ? കൂടി. വ്യഭിചാരം കൂടിയോ കുറഞ്ഞോ? കൂടി. നിങ്ങൾ പറഞ്ഞില്ലേലും പറയാം, മദ്യപാനം കൂടി, വ്യഭിചാരം കൂടി, തെറ്റായ ബന്ധങ്ങൾ കൂടി. ലോകം വളരുകയല്ല, വളരുന്നതിന്റെ ഡബിളായി താഴേക്ക് ഇരിക്കുക ചെയ്യുന്നത്. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. വ്യഭിചാരം കൂടി. അതാണ് ബൈബിൾ ഒരു വചനമുണ്ട്. അതായത് വ്യഭിചാരത്തിന്റെ ദുർഭൂതം മനുഷ്യനിൽ ഈ അള്ളിപ്പിടിച്ചിരിക്കുക. ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതം വന്ന ഒരു പ്രത്യേകതയുണ്ട്. നാണവും മാനവും പോകും. വ്യഭിചാരത്തിന്റെ ദുർഭൂതം കേറി പിടിച്ചാൽ ബൈബിൾ ഒരു വാക്യ പ്രഭാഷകൻ 23:16 ശ്രദ്ധിച്ചു കേൾക്കുന്നു. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. അടുത്ത് ശ്രദ്ധിച്ചേ, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിക്കുന്നതുവരെ ആ തീ കെടുകയില്ല. വ്യഭിചാരത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുക. വ്യഭിചാരത്തിന്റെ ഒരു ദുർഭൂതം ആളുന്ന തീ പോലെയാ. ഉണങ്ങിക്കിടക്കുന്ന കരികയിലേക്ക് തീ കൊടുക്കുന്ന പോലെയാ. നിന്നങ്ങോട്ട് കത്തും. എത്ര നാൾ? ആ കാട് നശിക്കുന്നത് വരെ ആ തീ കത്തുമെന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ ഇങ്ങനെ ആസക്തികളുടെ, ദുശീലങ്ങളുടെ, വ്യഭിചാരത്തിന്റെ ദുർഭൂതം കയറി പിടിച്ചാൽ ആ വ്യക്തി, ആ കുടുംബം നശിക്കുന്നത് വരെ ആ തിന്മ ആ കുടുംബത്തിൽ ആളിക്കത്തും. വ്യക്തിയെ നശിപ്പിക്കുന്നത് വരെ ആ തീ അടങ്ങത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ, നമ്മളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്. അനർത്ഥങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കണേ, അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത ഉടലെടുക്കുന്നത് നിലത്തു നിന്നുമല്ല. ഒന്നും കൂടെ കേൾക്കാം, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോ. അതായത് അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് ഇതാ മണ്ണിലെ പൊടിയെന്നല്ല. എനിക്ക് എന്നും കഷ്ടകാലമാ, എനിക്ക് എന്നും ദുഃഖമാ, എന്റെ കുടുംബത്തിൽ എന്നും തകർച്ചയാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ല. ഇത് ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല. അനർത്ഥങ്ങൾ, കഷ്ടകാലം, ബുദ്ധിമുട്ട്, കണ്ണുനീര് ഉടലെടുക്കുന്നത് പൊടിയിൽ നിന്നുമല്ല. വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 13:13 നീ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം നാശം വിതച്ചുകൊണ്ട് പിശാച് നിന്റെ കൂടെ നിൽക്കുന്നു. ഞാനൊരു ഇന്റർവ്യൂവിന് പോയാലും, പാപമുള്ളൊരു വ്യക്തി ഇന്റർവ്യൂവിന് പോയാൽ അവിടെ നാശം വിതയ്ക്കും. പാപമുള്ളൊരു വ്യക്തി ബിസിനസ് നടത്തിയാൽ ആ വ്യക്തി ആ ബിസിനസ് കൊണ്ട് വിജയിക്കത്തില്ല. പാപമുള്ളൊരു വ്യക്തി നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരാളാണേലും ബുദ്ധി നശിച്ചു പോകും. പാപമുള്ള വ്യക്തി കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു. പാപത്തെ കുറിച്ച് അനുതപിച്ചാലോ ബൈബിൾ പഠിപ്പിക്കുന്നു, പാപം ഏറ്റുപറയുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കൃപ മഴ പോലെ പെയ്തിറങ്ങുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപം. ഈ പാപം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഫിലിമിൽ കാണില്ലേ ഒരു വില്ലൻ കഥാപാത്രം, ഏത് സിനിമ കണ്ടാലും അതിനകത്തൊരു വില്ലൻ കഥാപാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ പറയാത്ത രഹസ്യ പാപങ്ങളുണ്ട്. രഹസ്യമായി നമ്മൾ ഒതുക്കി വച്ചിരിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ, ഒരാൾക്കും അത് അറിയത്തില്ല. ഈ രഹസ്യ പാപങ്ങൾ നമ്മൾ എവിടെ പോയി എന്നാ ചെയ്താലും ഈ വില്ലൻ കഥാപാത്രം പോലെ നമ്മുടെ പുറകെ നിൽക്കും.
എവിടെ ചെന്ന് ചിലർ പറയില്ലേ, സ്ഥലം വിൽക്കാൻ തടസ്സം, വീട് വെക്കാൻ തടസ്സം, ഒരു നല്ല പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത എല്ലാത്തിനും തടസ്സമാണ്. എന്നാ ഈ തടസ്സത്തിന്റെ കാരണം? ചില വ്യക്തികളിൽ രഹസ്യ പാപങ്ങളുണ്ട്. ഇന്നുവരെ അത് ഏറ്റു പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഞാൻ അത് ആരോടും അതിനെക്കുറിച്ച് അനുദപിച്ചിട്ടില്ല, ഞാൻ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. ചില പാപങ്ങൾ അല്ല, ചില രഹസ്യ പാപങ്ങൾ ഞാൻ എവിടെ രക്ഷപ്പെടാൻ നോക്കിയാലും എന്നെ പിടിച്ച് താഴോട്ട് വലിക്കും. രഹസ്യ പാപങ്ങൾ വില്ലൻ കഥാപാത്രം പോലെ നമ്മുടെ ചുറ്റും നമുക്കെന്നും ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് നമ്മുടെ ഒപ്പം നിൽക്കും. വില്ലൻ കഥാപാത്രം പോലെ ചില പാപങ്ങൾ. എന്നാൽ നമ്മുടെ ചില പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ ദൈവം നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഞാനൊരു വീട് പണിയുമ്പോൾ എന്നിൽ പാപമില്ല, ഞാൻ വിശുദ്ധിയോടെ ഒരു വീട് പണിയുന്നെങ്കിൽ ആ വീട് പണി ദൈവം ഏറ്റെടുക്കും. ഒരു പൈസ പോലും ഇല്ലാതെ എന്റെ കൊച്ചിന്റെ കല്യാണം നടത്താൻ ഒരു ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാ അച്ഛാ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, എന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് എന്റെ ദൈവത്തോട് പറഞ്ഞ വിശുദ്ധിയിൽ നിന്നു. എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാൻ പൈസയൊന്നും എന്റെ കയ്യിലില്ലായിരുന്നു, പക്ഷേ ഞാൻ വിശുദ്ധിയോടെ നിന്നതുകൊണ്ട് എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഒരു കുറവും വന്നില്ല. ഒരു രാജാവിന്റെ മകളുടെ കല്യാണം നടത്തുന്നത് എങ്ങനെയാണോ അതുപോലെ നടത്താൻ ദൈവം എന്നെ സഹായിച്ചു. ശ്രദ്ധിച്ചേ, നമ്മൾ വിശുദ്ധിയോടെ നിന്നാൽ നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മളിൽ പാപം ഉണ്ടെങ്കിലോ നമ്മൾ എന്തു ചെയ്യുമ്പോഴും വില്ലൻ കഥാപാത്രം പോലെ ഇവൻ നമ്മളെ തകർക്കാൻ വേണ്ടി ഒപ്പം നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം പറഞ്ഞത്. പ്രഭാഷകന്റെ പുസ്തകം 13:13, നീ പോകുന്ന വഴിയിലെല്ലാം നാശം വിതച്ചുകൊണ്ട് ഈ പിശാച് നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പലരും പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ കഴിവില്ലാത്തോണ്ടല്ല, വില്ലൻ കഥാപാത്രം പോലെ നമുക്ക് ചുറ്റും ചില പാപങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ശ്രദ്ധിച്ചേ, പാപവും രോഗവും കേട്ടിട്ടുണ്ട് നിങ്ങൾ. എല്ലാ രോഗവും പാപത്തിന്റെ പരിണിത ഫലമല്ല. എന്നാൽ ചില രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ മതി, ആ രോഗം സുഖമാവും. ശ്രദ്ധിച്ചേ, ഈശോയുടെ അടുത്തേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നു. തളർവാദ രോഗി മുഴുവൻ തളർന്നിരിക്കുന്ന ആളാണ്. ഈശോ തളർവാദി രോഗിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നിങ്ങനെ ചോദിച്ചില്ല, നീ എന്നാ മരുന്ന് കഴിക്കാഞ്ഞേ? ചോദിച്ചില്ല. നീ നല്ലൊരു വൈദ്യനെ കൊണ്ടേ കാണിക്കാൻ പാടില്ലായിരുന്നോ? ഇത്രയും നാൾ എന്നാ വച്ചോണ്ടിരുന്നേ? ഇതാരെയും കാണിച്ചിട്ടില്ലേ? മരുന്ന് കഴിക്കാറോ? ഇതൊന്നും ചോദിച്ചില്ല. തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ തന്നെ പാപത്തോട് ചേർന്നിരുന്ന ആ രോഗം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ഇന്ന് രോഗം കൂടുതലാണ്, അതുകൊണ്ട് ആശുപത്രികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരാശുപത്രിയിലും ആളില്ലാത്തില്ല, എല്ലാ ക്ലിനിക്കിൽ ഒരേ ആൾക്കാരാ. ഡോക്ടർമാർക്കൊക്കെ നല്ല കാലമാണ്. ഏതാൾക്കാർക്ക് ഒന്നും പേടിക്കാൻ, ഒരു ക്ലിനിക്ക് ഇട്ടാലും അവിടെ പിടിച്ചു നിൽക്കാം, പൈസ കിട്ടും. കാരണം എല്ലാരും രോഗികളാ. എന്താ ഇങ്ങനെ രോഗം ഉണ്ടാകാൻ കാരണം? ശ്രദ്ധിച്ചു, എല്ലാ രോഗത്തിന്റെ കാരണമല്ല. എന്റെ ഈ ശരീരത്തിന് എന്തൊക്കെയുണ്ട്? എനിക്ക് ഒരു ശരീരവുമുണ്ട്, ഇതിന്റെ അകത്തൊരാത്മാവും ഉണ്ട്. എനിക്കൊരു ശരീരവും ഉണ്ട്, ഒരാത്മാവുണ്ട്. ഞാൻ മരിക്കുന്നു. ഞാൻ മരിച്ചാൽ എന്റെ ഈ ശരീരം കൊണ്ടുപോയി മണ്ണിനകത്തിടും. കാരണം ഈ ശരീരം എടുത്തത് മണ്ണിൽ നിന്നാണ്. എന്നാൽ ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് മണ്ണിനകത്ത് കുഴിച്ചിട്ടില്ല. ആത്മാവ് എങ്ങോട്ട് പോകും? ആത്മാവ് ഇതെവിടുന്നാണോ വന്നേ ആ ദാതാവിന്റെ അടുക്കലേക്ക് പോകും. ആത്മാവ് ദാതാവിന്റെ അടുത്തേക്കും ഈ ശരീരം മണ്ണിലേക്കും. ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ച്, ശരീരത്തിന്റെ പ്രത്യേകത, ഈ ശരീരത്തിന് ഒരു 50-55 വയസ്സ് വരെ സുഖം തരാനുള്ള കഴിവുണ്ട്. എന്റെ ശരീരത്തിനും നിങ്ങളുടെ ശരീരത്തിനും ഏകദേശം 50-55 വയസ്സ് വരെ സുഖം മാത്രമേ തരത്തുള്ളൂ. സുഖം തരുന്ന കാലത്ത് ഈ ശരീരം കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു കൂട്ടിയാൽ, ഞാൻ അശുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ, അതിനെക്കുറിച്ച് അനുദപിക്കാതെ ഏറ്റുപറയാതിരുന്നാൽ, ശ്രദ്ധിച്ച്, ഈ ശരീരത്തിൽ ഒരു 55 വയസ്സങ്ങ് കഴിയുമ്പോ തൊട്ട് ചക്കപ്പഴം വെട്ടിവെച്ചാൽ ചക്കപ്പഴത്തിൽ ഈച്ച എടുക്കുന്നത് പോലെ നാനാ ദിക്കുകളിൽ നിന്ന് രോഗം വന്ന് അങ്ങ് പറ്റിയിരിക്കും.
ഒരു ഭക്ഷണവും ഇപ്പൊ കഴിക്കത്തില്ല. ചായക്ക് പഞ്ചസാര പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഒരു ഭക്ഷണവും കഴിക്കാൻ, ഒന്ന് കഴിക്കുമ്പോൾ ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയാവുന്നില്ല. ഞാൻ ഇത്രയും നാൾ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് നല്ല ശരീരം, സുഖം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഇതേ ശരീരം സുഖം തരുന്ന സമയത്ത് അശുദ്ധമായി കൊടുത്താൽ, ഈ ശരീരത്തെ വിട്ടുകൊടുത്താൽ, ഈ ശരീരം കുറച്ചു കഴിയുമ്പോൾ എനിക്ക് രോഗം തരും, വേദന തരും, സങ്കടം തരും. ഇതേ ശരീരം തന്നെ തരും. അന്നേരം നമ്മൾ പറയും, ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു ദൈവമേ, ഈ ശരീരം കൊണ്ട് എനിക്ക് മടുത്തു, ഒരു ബക്കറ്റ് വെള്ളം പോലും എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നൂറനെ തന്നെ ഒരു 10 മിനിറ്റ് എടുക്കണം, നടു ശരിയല്ല, കൈ ശരിയല്ല, എല്ല് തേയ്മാനം. ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നു. എല്ലാ രോഗത്തിന്റെയും അടയാളമല്ല. പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ രോഗവും പാപത്തിന്റെ പരിണിത ഫലം അല്ല, ശ്രദ്ധിക്കണം. എന്നാൽ ചില പാപവും ചില രോഗവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെയുള്ളവർ നന്നായി കുമ്പസാരിക്കുമ്പോൾ ആ രോഗം പെട്ടെന്ന് സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില രോഗമുള്ള ആളുകൾ ധ്യാനത്തിൽ കൂടി 2 ദിവസം കഴിഞ്ഞ് നന്നായിട്ട് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അവർ സാക്ഷ്യം പറയുന്നു, എനിക്കിവിടെ വരുന്നത് വരെ ഇന്ന രോഗമുണ്ടായിരുന്നു, അതെനിക്ക് ആരാധനയുടെ സമയത്ത് സുഖപ്പെട്ടു. എന്താ അങ്ങനെ പറയുന്നേ? എത്രയോ പൈസ മുടക്കി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച ആളാ, എന്നിട്ടും മാറാത്ത രോഗം എങ്ങനെയാ 2 ദിവസം ധ്യാനം കൂടിയപ്പോ മാറുന്നേ? ചില പാപങ്ങൾ അല്ല, ചില രഹസ്യ പാപങ്ങൾ എനിക്ക് വില്ലൻ കഥാപാത്രം പോലെയാ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് പാപം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇത്? അതായത് അത് ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ ഹെഡിങ് അങ്ങനെയാണ്: രക്ഷയ്ക്ക് തടസ്സം, ജോലി കിട്ടാൻ തടസ്സം, വിവാഹം നടക്കാൻ തടസ്സം, വീട് വെക്കാൻ തടസ്സം, ബിസിനസ്സിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല തടസ്സം, എന്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല തടസ്സം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കില്ലേ, തടസ്സം മാറാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഈ തടസ്സമൊന്നും മാറുന്നില്ലല്ലോ. രക്ഷയ്ക്ക് തടസ്സം മാറാൻ ഒരു വഴിയുണ്ട്. അതിന്റെ വഴി, ആ വഴിയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, പാപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പാപത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ പാപത്തില, ഞാൻ കുമ്പസാരിച്ചിട്ട് 18 വർഷമായി, ഇപ്പൊ ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നത്? ഞാൻ കുമ്പസാരിക്കത്തില്ല, ഞാൻ അങ്ങനെ ഇതിനെ എനിക്കൊരു വിശ്വാസമില്ല. പാപം അകത്തിരുന്നാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാ. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും കേൾക്കത്തില്ല, കാരണം നിന്റെ പാപങ്ങൾ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പ്രാർത്ഥന ദൈവം കേൾക്കാൻ പാപം ഒരു തടസ്സമായി നിലകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ നോക്കിക്കേ, നമ്മൾ ചില പാപത്തിലായിരിക്കുന്നെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ എത്ര ധ്യാനം കൂടിയാലും എന്തേലും ഹല്ലേലൂയ പറഞ്ഞാലും തൊണ്ണ പൊട്ടുന്ന അസ്ത്രയും ഒച്ചത്തിൽ സ്തുതിച്ചാലും സ്വർഗത്തിലെ ദൈവം ഇത് കേൾക്കത്തില്ലെന്ന്. അപ്പോൾ ഈ തടസ്സം മാറിയാലേ അല്ല, ഈ തടസ്സം നമ്മൾ മാറ്റണം. എങ്ങനെ മാറ്റണം? നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് ആ പാപം ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം പെട്ടെന്ന് കേൾക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഉദാഹരണം പറയാണ്. എനിക്ക് ഈ തടസ്സത്തെ കുറിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ഈ പഠിക്കുന്ന കാര്യം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് ഈ പഠനം മാത്രം ഇഷ്ടമല്ല, എനിക്ക് പറമ്പിലെ പണികളൊക്കെയാണ് കൂടുതൽ പ്രിയം. അതുകൊണ്ട് സെമിനാരിയിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെമിനാരിയിൽ 3 തരത്തിലുള്ള വൈദിക വിദ്യാർത്ഥികളെ ഞാൻ കണ്ടുപിടിച്ചു. 1 നന്നായിട്ട് പഠിക്കുന്നവർ, 2 ഒരിടത്തരം പഠിക്കുന്നവർ, 3 അക്ഷര വിരോധികൾ. എന്ന് പറഞ്ഞാൽ ആ പുസ്തകം കണ്ടാൽ അന്നേരം ആ പുസ്തകത്തിലേക്ക് വീഴും, ഒരക്ഷരം പഠിക്കാത്തവർ. ഞാൻ അങ്ങനെ അക്ഷര വിരോധികളുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ എലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ വളരെ കുറച്ച് കൂട്ടുകാർ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പഠിക്കുന്ന കാര്യം എന്നോട് പറയുക, ഹിമാലയത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും, ആ 10 തെങ്ങിന് ചോട് തുറക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, പക്ഷെ എന്നോട് പഠിക്കാൻ മാത്രം പറയരുത്, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ സെമിനാരിയിൽ ഒരു പ്രത്യേകത
സെമിനാരി എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. ചില ആൾ ഗസ്റ്റ് മാസ്റ്റർ, ഫ്രൂട്ട് മാസ്റ്റർ, ഇങ്ങനെ ഓരോ ഡ്യൂട്ടിയാ. ഓരോരുത്തർക്ക് ഇത് അച്ഛന്മാരാ ഇടുന്നത്. അപ്പൊ അത് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും. എനിക്ക് ഈ ഡ്യൂട്ടിയാണ്, ഓക്കെ, ഞാനത് 6 മാസം ചെയ്യണം. ഞാൻ നോക്കിയപ്പോൾ പഠിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത എനിക്ക് ചെറിയൊരു രോഗമുണ്ടായിരുന്നു. അത് വിശപ്പിന്റെ രോഗമായിരുന്നു. പഠിക്കാത്തവർക്കുള്ള ഒരു രോഗമാണ് വിശപ്പിന്റെ. അവർ എപ്പോഴും വിശപ്പായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വേണ്ട, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടുന്നത് നല്ല ഉപകാരമാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സെമിനാരിയിൽ ഏറ്റവും നല്ലൊരു പണി, വിശപ്പിന്റെ രോഗം മാറാനും എല്ലാം ഒന്ന് പിടിച്ചു നിൽക്കാനും പറ്റിയ ഒരു പണി, ഫ്രൂട്ട് മാസ്റ്റർ ആയാൽ മതി. പഴം കൈകാര്യം ചെയ്യുന്ന ജോലി, ഫ്രൂട്ട് മാസ്റ്റർ. ഞാൻ അച്ഛനെ കണ്ട് ചോദിച്ചു, അച്ഛോ ഇനി ഡ്യൂട്ടി മാറുമ്പോൾ എന്നെ ഫ്രൂട്ട് മാസ്റ്റർ ആക്കാൻ പറ്റും? ഓ, ഇട്ടേക്കാന്ന് പറഞ്ഞു. എന്റെ പേരവിടെ കുറിച്ചു വെച്ചു. പിന്നീട് ഫ്രൂട്ട് മാസ്റ്റർ ആക്കിയപ്പോൾ ഒരു സീനിയർ ഫ്രൂട്ട് മാസ്റ്ററിന്റെ താഴെ ജൂനിയർ ഫ്രൂട്ട് മാസ്റ്റർ എന്റെ പേരാ. ഞാൻ നോക്കി, ആരാ സീനിയർ? എന്നെ പോലെ തന്നെ പഠിക്കാത്ത, അക്ഷരം കണ്ടാൽ ചീത്ത പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്റെ സീനിയർ. ഞാനും അവനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ഇങ്ങനെയാണ്: പറമ്പിൽ കൂടെ പോകണം, കൊല വെട്ടിക്കൊണ്ട് വരണം, അത് പുകപ്പര വെക്കണം. ഒരു 10-25 കൊലയൊക്കെ കയറാൻ പറ്റുന്ന ഒരു കുഞ്ഞു മുറിയാണ്. അതൊരു സ്റ്റെയറിന്റെ അടിയിലെ ഒരു മുറിയാണ്. ഈ ഒരു പുകപ്പരയാ. അതിനകത്ത് കൊല കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ പുറകു വശത്ത് ചെറുതായിട്ട് തൊണ്ടൊക്കെ കൊണ്ട് ചെറിയ പുകയിടും. അങ്ങനെ ഈ പുകയുടെ ബേസിൽ ഇതെന്ത് ചെയ്യും? ഈ കൊല പഴുക്കും. അങ്ങനെ ഈ പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി ഇങ്ങനെയാണ്: കൊല വെട്ടിക്കൊണ്ട് വരണം, കറ കളയണം, അത് അകത്തു വെക്കണം, അത് പഴുപ്പിക്കണം. പക്ഷെ പഴുപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി തീർന്നു. അത് പടല തിരിച്ച് അടുത്ത ആൾക്ക് സപ്ലയർക്ക് കൊടുക്കണം. തിന്നാൻ പാടില്ല, തിന്നാൽ ഒരു ചെറിയ ശിക്ഷയുണ്ട് താൻ. പക്ഷെ എന്റെ കൂടെയുള്ള ആൾ ഇച്ചിരി തട്ടിപ്പും ഇച്ചിരി വെട്ടിപ്പും അറിയാവുന്ന ആളായതുകൊണ്ട് എന്നെ ആ തട്ടിപ്പും വെട്ടിപ്പും പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞു, അവനും അസുഖമുണ്ട്, എനിക്കും അസുഖമുണ്ട്. ഏത് അസുഖം? വിശപ്പിന്റെ അസുഖമുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, എടാ, ഏത് നല്ല കൊല പഴുത്താലും ഒരു 2 പെടല എനിക്കും നിനക്കുള്ളത് പുകപ്പരെ തന്നെ അങ്ങ് വെച്ചേരെ എന്ന് പറഞ്ഞു. എപ്പോഴും തിന്നും. എല്ലാവരും പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ഇത് ഏകദേശം ഒരു സമയം കണക്കാക്കി ഈ പുകപ്പരെ വന്ന് കയറും, ഇത് തിന്നും. ഇതാരും ഇന്നു വരെ പിടിച്ചിട്ടില്ല, ആരും അറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഇത് ബിസിനസ് കൊണ്ടുപോയി നടക്കൊണ്ടിരിക്കുമ്പോൾ ഈ സീനിയർ ആയിട്ടുള്ളവൻ അതങ്ങ് മാറി, ഡ്യൂട്ടി മാറി, എന്നെ സീനിയർ ഫ്രൂട്ട് മാസ്റ്റർ ആക്കി തെരഞ്ഞെടുത്തു. സന്തോഷമായി. ഞാൻ നോക്കി, ആരാ ജൂനിയർ ആയിട്ട് ഒരുത്തം വന്നത്. പഠിക്കണം എന്ന് വട്ട് കയറി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനും അവനും തമ്മിൽ ഒരിക്കലും ചേരാതായി. ഞാൻ അന്നേരം ഒരു കാര്യം ചെയ്തു. ഈ പുകപ്പരയ്ക്ക് 2 താക്കോലാ ഉള്ളത്. താക്കോൽ 2 എണ്ണം. അത് സീനിയറിന്റെ ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ, നീ ഇങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുമല്ലോ. എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പഠിക്കുന്നവരെ കാണുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാണ്, ഞാൻ ഈ താക്കോല് 2 ആക്കാൻ പോവാണ്. ഒരു താക്കോല് നിനക്കും, അതിന്റെ ഒരു കീച്ചെയിൻ ഇട്ട് കൊടുത്തു, നിനക്കും ഒരെണ്ണം എന്റെ കയ്യിലും. ഇവൻ അത് മേടിച്ചു പാടെ. ഞാൻ അവരോട് പറഞ്ഞു, നീ ഈ ഭാഗത്തേക്ക് വരണ്ട, നമ്മൾ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ്. ഞാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തോളാം. ഞാൻ അങ്ങനെ പിന്നീട് ഒറ്റയ്ക്കാ ചെയ്യുന്നത്. അപ്പോൾ എന്റെ കൂട്ടുകാരൻ ഈ ചാവി കൊണ്ടുപോയി അവൻ കിടക്കുന്ന മുറിയുടെ ഒരു ജനല്, ഒരു ആണിയെ കൊണ്ടുപോയി ഇതിട്ടു. ആണിയല് അവൻ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ആ ഫ്ലോറിന്റെ പേര് മോണിക്കൻസ് ഫ്ലോർ എന്നാണ്. അങ്ങനെ അവിടെ കൊണ്ടിട്ടു. ഞാൻ ഏറ്റവും താഴെ താമസിക്കുന്നത്. പരീക്ഷയാകാറായപ്പോൾ എല്ലാവർക്കും ഒരു രോഗം വരും. പരീക്ഷയാകുമ്പോൾ എല്ലാവർക്കും വരുന്ന രോഗമാണ് പഠിച്ചില്ലല്ലോ എന്ന രോഗം. പഠിക്കാത്തവർക്ക് ആ രോഗം അന്നേരവും വരികയില്ല. അവർക്ക് അന്നേരം തോന്നും, പഠിച്ചിരിക്കുക, ഞാൻ ഫുൾ പഠിച്ചു, എനിക്ക് എല്ലാം അറിയാം എന്നങ്ങനെ ചിന്തിക്കും. എനിക്ക് ആരോ അങ്ങനെ ഒരു പരീക്ഷ താളെയാണെങ്കിൽ ഒരു പേടിയില്ല. ഞാൻ എൻ്റെ താക്കോലും എല്ലാം ഉണ്ട്. എല്ലാവരും പഠിക്കാൻ വേണ്ടി കുളിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പഠിക്കാൻ വേണ്ടി മുറിയിൽ പോയി. സെമിനാരിൽ അനക്കമില്ല, ഞാൻ മാത്രം. എനിക്ക് ചെറിയൊരു വിശപ്പ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 2 പഴമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പഠിക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ പതുക്കെ സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങി. ആരും എന്നെ കണ്ടിട്ടില്ല. ഞാൻ പതുക്കെ പുകപ്പരയുടെ സൈഡിലേക്ക് നടന്നു. ആരും, പണിക്കാർ പോലും എന്നെ കണ്ടിട്ടില്ല. അതിന് ഓടാമ്പൽ. ഞാൻ പതുക്കെ പോയി ആ വാതിലിട്ട് ചെറുതായിട്ട് കാലുകൊണ്ട് ഒരു തട്ട് തട്ടി ആ വാതിലൊക്കെ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. ഞാൻ അവിടെ ഇരുന്നു. കാലുകൊണ്ട് ചവിട്ടി ആ വാതിലങ്ങ് അടച്ചു. അതിനകത്ത് ഇരുട്ടാണ്. വാതിൽ ചേർത്തടച്ചു. അപ്പോൾ ഇരുട്ടത്ത് ഞാൻ പഴം കണ്ടു. ഞാൻ വച്ചിരിക്കുന്ന പഴമാണ്. പുകപ്പരയിലാണ്, പഴം വെക്കാൻ പാടില്ല, എന്നാലും ഞാൻ വച്ചിരിക്കുകയാണ്. ഞാൻ ആ പഴമൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഞാനങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ആരും പഴം കഴിച്ചേക്കല്ലേ, ഞാൻ പഴം കഴിക്കും, നിങ്ങൾ ഇറക്കിയാൽ മതി. ഞാൻ പഴം കഴിക്കുമ്പോൾ ഇറക്കുന്നത് നിങ്ങൾ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ പഴമെടുത്ത്
പഴമെടുത്ത് ഞാൻ ആഫ്രിക്കയിലൊന്ന് പോയി, അമേരിക്കയിലൊന്ന് പോയി, ഞാൻ ഇച്ചിരി രാജ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ അങ്ങ് ഇരിക്കുക. അപ്പോഴാണ് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്ത് ഈ പുകപ്പുരയുടെ ചാർജ് ഉള്ളവൻ ഉറക്കം വരാതിരിക്കാൻ മുറി കൂടെ നടന്നു പഠിക്കുന്നത്. അങ്ങനെ നടന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആണിയെ കിടക്കുന്ന ആ താക്കോല് കണ്ടു. അപ്പോൾ പെട്ടെന്ന് അവനൊരു ബോധോദയം, ഒരു വെളിപാട്. ഇനി ഞാനും പഠിക്കാനുള്ള തീക്ഷ്ണത കൊണ്ട് ഓടി പഠിക്കാൻ പോയി, പുകപ്പുരയെങ്ങാനും പൂട്ടാതെ ആയിരിക്കുമോ പോയെന്ന്. അപ്പോൾ അവന്റെ നല്ല ചിന്തയാണ്. അവൻ അന്നേരം കക്ഷത്തിൽ പുസ്തകവും വെച്ച് ഇതാ മൂളിൽ നിന്ന് ഇറങ്ങി ഈ താക്കോലും എടുത്ത് വെറുതെ സാമ്പിളായിട്ട്, അവൻ ഇന്നു വരെ തോന്നിയിട്ടില്ലാത്തൊരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടായത്. ഇന്നു വരെ തോന്നിയിട്ടില്ല. പതുക്കെ ആ സൈഡ് നോക്കി, അപ്പോൾ ഉണ്ട് പുകപ്പുരയുടെ വാതിൽ അടച്ചിട്ടില്ല, ചാരിക്കിടക്കുക. ഞാൻ മറന്നുപോയെന്ന് അവനങ്ങ് വിചാരിച്ചു. അടുത്തേക്ക് വന്ന് ഈ ഓടാമ്പലെ പിടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആരോ ഒരാൾ വന്നു. എന്റെ വായിൽ പഴമായതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ആരാന്നറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നു. ഞാൻ അനങ്ങാതിരിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം എന്നറിയോ, എന്റെ കൂട്ടുകാരൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എടാ ആരെയും പുകപ്പര അടച്ചു പോയാലും അകത്തുനിന്ന് തുറക്കാൻ വരെ ഒരു സംവിധാനമുണ്ട്. ഒരു കമ്പി കഷ്ണം ഇരിപ്പുണ്ട്, അത് ആ ഭിത്തിയെ കുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അകത്തുനിന്ന് വരെ തുറക്കാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവൻ പൂട്ടുവേല, ഇവന് ഓടാമ്പലിട്ടിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ ഇതാരാന്നറിയോ, ഓടാമ്പലിട്ടിട്ട് അനക്കൊന്നും ഞാൻ അവിടെ അനങ്ങാതിരുന്നു. ഈ വ്യക്തി പൂട്ടി അങ്ങ് കയ്യിലുള്ള താക്കോലുകൊണ്ട് ഇതങ്ങ് പൂട്ടി. എനിക്ക് അന്നേരം ഒന്നും പേടി തോന്നുന്നില്ല. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, അത്താഴം കഴിഞ്ഞിട്ടാണ് സാധാരണ പുകയിടാനുള്ള ഈ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവിടെ പുകയിടുന്നത്. 8:30-ക്ക് ശേഷം 8:30-ക്ക് 9 മണിക്ക് ഇടയ്ക്കാണ് ഇടുന്നത്. ഇവൻ അന്നേരം തോന്നി പരീക്ഷയൊക്കെ അല്ലേ, പഠിക്കാനൊക്കെ ഉണ്ടല്ലോ, ആ സമയം കൂടെ പഠിക്കാം. അതുകൊണ്ട് ശകലം തൊണ്ടൊക്കെ എടുത്ത് ചകിരിയൊക്കെ വലിച്ചു പറിച്ച് ഒരു ഡീഷിനകത്ത് വെച്ച് ഇതിന്റെ പുറകു വശത്ത് ചെറുതായിട്ട് പുകയിട്ട് ആ വാതിലും അടച്ചു. ഇവൻ ഈ പുകയിട്ട് നല്ല ശീലമില്ലാത്ത ആളാണ്. കാരണം ഇത് ഇച്ചിരി മീഡിയത്തിൽ വച്ചില്ലെങ്കിൽ ഈ കൊല മുഴുവൻ കരിവാളിച്ചു പോകും. ഇവൻ ഈ പഠിക്കണമെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഈ പുക ഈ പഴം പഴിപ്പിക്കാൻ അറിയാൻ പാടില്ല. ഇവൻ നന്നായിട്ട് അങ്ങോട്ട് ചകിരിയൊക്കെ വെച്ച് അങ്ങോട്ട് പുകച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പുക. ഞാനന്ന് ബനിയനായിട്ടിരുന്നേ. പുക വന്നപ്പോഴേ ഇവൻ പുകയ്ക്കുകയും കൂടെ ചെയ്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഈ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടി ഈ ബനിയൻ ഊരി തലേ കെട്ടി. എന്നിട്ട് ഞാൻ പതുക്കെ ഞാൻ രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ചെയ്യുവാണ്. ഞാൻ ഈ വാതിലൊന്ന് ഇളക്കി, അനങ്ങുന്നില്ല. ഇത് ചേർത്തൊന്ന് വിജാഗിരി അടക്കം പൊക്കാൻ നോക്കി, നടക്കുന്നില്ല. ഈ കമ്പിക്കഷ്ണം ഉപയോഗിച്ച് ഞാൻ ഇതിന്റെ എല്ലാ ടെക്നിക്കും നോക്കിയിട്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോ കണ്ണു നീർന്നു, ഇരുട്ട്. ഞാൻ അലറി, ഞാൻ ഒച്ച വെച്ചു, ഞാൻ വാതിലിൽ അടിച്ചു. എനിക്ക് അന്നേരം ഒരു പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പേടി കൂടി മരിച്ചു പോകുന്നൊരു പേടി വരെ ആയി. ദൈവമേ, മരിച്ചു പോകുന്ന അറിയുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ട് സ്റ്റാൻഡേർഡുള്ള ഒരു മരണം പോലും തന്നിട്ടില്ല. പുകപ്പരയിലിരുന്ന് വൃത്തികെട്ട മരണമാണല്ലോ തന്നത്. ഇന്നുവരെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ആരും പുകപ്പരയിലിരുന്ന് മരിച്ചിട്ടില്ല. ഞാനാണ് ആദ്യം മരിക്കാൻ പോകുന്ന ആള്. ദൈവമേ, മിക്കവാറും ദീപിക പേപ്പറിൽ നാളെ വരുന്ന വാർത്ത, ഒരു വൈദിക വിദ്യാർത്ഥി സ്റ്റാൻഡേർഡ് ഇല്ലാതെ പുകപ്പരയിലിരുന്ന് മരിച്ചു എന്നാണ്. എനിക്ക് ഒരു വിഷമായിപ്പോയി. എന്തായാലും ഞാൻ ഈ വാതിൽ തുറക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ഈ വാതിലിൽ അടിച്ചു, ഇളക്കി പറിച്ചു പോകാൻ രക്ഷപ്പെടണം. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ ഭയങ്കര ഭീകരമാണ്. ഞാൻ ഞെട്ടി, ഞാൻ മരണം അങ്ങനെ മരിച്ചു എന്നങ്ങ് ചിന്തിച്ചു. രക്ഷപ്പെടില്ല, ഇതിനകത്ത് കുടുങ്ങിപ്പോയില്ലേ. അപ്പോൾ ആ ഭക്ഷണം വെക്കുന്ന ഒരു ചേട്ടൻ യാദൃശ്ചികമായി അതിലെ പോകുമ്പോ അയാൾ പെട്ടെന്ന് നോക്കി വാതിൽ കിടന്ന് ഇങ്ങനെ ഇളകുന്നു. ഈ ചേട്ടൻ പെട്ടെന്ന് സെമിനാരിയുടെ അകത്തേക്ക് ഞാൻ കയറി, ബ്രദേഴ്സ് പുകപ്പരയിൽ ഒരു കള്ളനുണ്ടെന്ന് പറഞ്ഞു. പുകപ്പര പൂട്ടിക്കിടക്കുന്നു. അകത്താള്. ബ്രദേഴ്സ് എല്ലാം ഈ വൈദികരാകാൻ പഠിക്കുന്ന 10-22 വയസ്സുള്ള നല്ല തടിയുള്ള നല്ല ആരോഗ്യമുള്ള പിള്ളേര് എല്ലാരും കൂടെ കൺവെൻഷനുള്ള ആൾക്കാരുണ്ട്. അത്യാവശ്യം ഇറങ്ങി ഈ പുകപ്പരയിലേക്ക് വന്നപ്പോ എന്റെ സുഹൃത്ത് എന്റെ കൂടെയുള്ള താക്കോലുമായിട്ട് വന്നു. പുകപ്പരയുടെ താക്കോലുമായിട്ട് വന്നിരിക്കുക. താക്കോലുമായിട്ട് അവൻ വന്നു. അച്ഛന്മാരിതറിഞ്ഞു വന്നു. എല്ലാരും നോക്കുന്ന കള്ളനാണെ ഒരു കൈ വെക്കണമെന്നാ. ഞാനിതൊന്നും എത്ര ആൾക്കാർ വന്നൊന്നും എനിക്കറിയത്തില്ല. ആ അനക്കം കേട്ടു, രക്ഷപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്, ആരോ രക്ഷപ്പെടുത്താൻ വേണ്ടി പോന്നിട്ടുണ്ട്. താക്കോലിട്ട് ഈ പൂട്ട് തുറന്നു. ഇത് മാറ്റിയപ്പോൾ ഒരു കൺവെൻഷനുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഈ വലിയ കള്ളന്മാരെ കൊണ്ടുവന്നാൽ തല മൂടി കെട്ടിയിരിക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ പെട്ടെന്ന് ബനിയനൊക്കെ മാറ്റി. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ നോക്കി ഒരു പ്രത്യേക ചിരി. എന്നിട്ട് ഒരുത്തൻ എന്നെ ഒച്ചത്തിൽ ഒരു പേരങ്ങ് വിളിച്ചു. ഒരു പേര്. ചിലപ്പോൾ നീ ഇടവകയിലെ പലർക്കും ആ പേരെന്നാച്ചോ എന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. എന്നറിയാൻ വേണ്ടി ഒരിക്കലും പറയത്തില്ല. കാരണം അത് പറയാതെ തന്നെ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ കോഴിക്കോട് പോയി KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക.
താഴത്തെ അടിവാരം എത്തിയപ്പോ തൊട്ട് എന്റെ മുന്നിലിരിക്കുന്ന ഒരു ചേട്ടൻ തിരിഞ്ഞു നോക്കുക. ഞാനും നോക്കി. അപ്പൊ ഞാൻ നോക്കി, ഈ ചേട്ടൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തിനാ ഈ ചേട്ടൻ നോക്കുന്നയാവോ, ഇനി വേറെ ആരെങ്കിലും വേണം? കുറെ പ്രാവശ്യം തിരിഞ്ഞു നോക്കി. ആ ചേട്ടൻ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ അടുത്ത് നിന്നിട്ട്, ആ പുകപ്പരയിലിരുന്ന അച്ഛനല്ലേ? ഞാനവിടെ അപ്പോഴീ പുള്ളി വേറെ 5 ദിവസത്തെ ധ്യാനത്തിനിടയിൽ വേറെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പുകപ്പരയിരുന്ന കാര്യം മാത്രമേ ആ പുള്ളിയുടെ മനസ്സിലുള്ളൂ. ഇനി ബാക്കി പേരുകൂടെ പറഞ്ഞാൽ പിന്നെ എന്നെ കാണുമ്പോൾ നിങ്ങൾ ആ പേര് ഓർമ്മ വരും, അതുകൊണ്ട് പറയത്തില്ല. പക്ഷെ അന്നത്തോടുകൂടെ ഞാനൊരു പാഠം പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഇതിനോട് ചേർന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു, ദൈവമേ, ഞാനിങ്ങനെ കുടുങ്ങിപ്പോകാൻ, ഇങ്ങനെ ഒരു നാണക്കേടുണ്ടാകാൻ, കുടുങ്ങിപ്പോകാൻ എന്നാ കാരണം ഞാൻ ചിന്തിച്ച് എനിക്കൊരു ഉത്തരം കിട്ടിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ ഈ പുകപ്പുരയിൽ പോകാനുള്ള കാരണം എന്താ? എനിക്കുണ്ടായ വിശപ്പ് നോർമൽ വിശപ്പാണ്. എല്ലാവർക്കും വിശപ്പുണ്ട്. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് വിശപ്പ്. പക്ഷേ ജോൺ മരിയ വിയാനി പറയുന്നു, വയറിനുള്ള വിശപ്പ് നോർമലാണ്, വയറിന്റെ വിശപ്പ്. പക്ഷെ എവിടെയൊക്കെ വിശപ്പുണ്ട് ഇന്ന്? കണ്ണിന് വിശപ്പുണ്ട്, കൈക്ക് വിശപ്പുണ്ട്, കാലിന് വിശപ്പുണ്ട്, ബുദ്ധിക്ക് വിശപ്പുണ്ട്, ഹൃദയത്തിന് വിശപ്പുണ്ട്. എല്ലാ വിശപ്പും മനുഷ്യന് അൺകൺട്രോളബിൾ ആണ്. കൺട്രോളബിൾ അല്ല. വിശപ്പ് മൂത്ത പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ടി പോയിട്ടാണ് പലരും പല സ്ഥലത്തും കുടുങ്ങിപ്പോയത്, നാണക്കേടായത്, പലതും പ്രശ്നം എത്തിയത് ചില വിശപ്പുകൾ മാറ്റാൻ പോയതാണ്. ജോൺ മരിയ വിയാനി പറയുന്നു, ചില വിശപ്പുകൾ അപകടകാരിയാണ്. നമ്മളെ അത് കൊണ്ടുപോയി ഒരു കുഴി ചാടിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ പുകപ്പുരയിൽ പോകാനുള്ള കാരണം എന്റെ വിശപ്പാണ്. വിശന്നപ്പോൾ എന്റെ ബുദ്ധി പറഞ്ഞു, നിന്റെ വിശപ്പ് മാറ്റാനുള്ളത് പുകപ്പുരയിൽ ഇരിപ്പുണ്ടല്ലോ. ഞാൻ അവിടെ പോയി, ഞാനത് പല പ്രാവശ്യം പോയി. അവസാനം ഒരു പ്രാവശ്യം പോയപ്പം പിടിക്കപ്പെട്ടു. ഞാൻ അവിടെ ഒരു കാര്യം ചിന്തിക്കുവാണ്. ഞാൻ ഈ പുകപ്പുരയിൽ ഇരുന്നപ്പം ഒച്ച വച്ചിട്ട് എന്താ ആരും വരാഞ്ഞ്? ഇവിടെ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാര് പോലും ഇത് കേട്ടില്ലേ? അവിടെ തൂത്തുവാരാൻ ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചി പോലും ഇത് കേട്ടില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാ കേൾക്കാഞ്ഞേ? അപ്പോൾ എനിക്കൊരു കാര്യം പിന്നീട് മനസ്സിലായി. ഈ പുകപ്പര എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു മുറിയാണ്. പുക പോലും പുറത്തു പോകത്തില്ല. ഒരു നല്ല ടൈറ്റ് ആയിട്ട് അതിനകത്ത് നമ്മൾ കയറി അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒച്ചത്തിൽ ഒച്ച വെച്ചാലും ഇത് പുറത്തേക്ക് ശബ്ദം പോകത്തില്ല. ഇത് അവിടെ തന്നെ കിടക്കുകയുള്ളൂ. ഞാനിത് ഈ സംഭവം ബൈബിളുമായി ചേർത്ത് വെച്ചു. യെശയ്യ 59 എഴുതിയിരിക്കുന്നു, പാപത്തിൽ ഇരിക്കുന്ന വ്യക്തി ഏകദേശം ഈ പൊസിഷനിലാണ്. ഏത്? ആ വ്യക്തി അവിടെ ഇരുന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താത്ത പോലെ ചില പാപങ്ങൾ നമ്മളെ മൂടി പൊതിഞ്ഞ് പൂട്ടിയിട്ടിരിക്കുക. പിശാചിന്റെ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തെ പൂട്ടുക. ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ പൂട്ട് തുറക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു, ഈശോ പത്രോസ്ലീഹായുടെ കയ്യിൽ കൊടുത്തത് 5 പവന്റെ ഒരു മാലയാണോ, 5 ഏക്കർ സ്ഥലമാണോ, ഒരു താക്കോലാണോ? പൂട്ടെന്തിയ? പൂട്ടല്ല. പൂട്ട് ഹാർഡ്വെയർ കട കുറ്റ്യാടിയിൽ ഇവിടെയൊക്കെ ഉണ്ട്, ചാപ്പന്തോട്ടത്തിലുണ്ട്. എന്തുണ്ട്? ഹാർഡ്വെയർ കടകളുണ്ട്. ഹാർഡ്വെയർ കടയിൽ പോയി നിങ്ങൾ മേടിക്കാൻ ചെല്ലുന്നത് പൂട്ടാണോ താക്കോലാണോ? ഒരു 500 രൂപയുടെ പൂട്ട് വേണോ ചേട്ടാ? പൂട്ട് മേടിക്കാൻ പോകുമ്പോ കിട്ടുന്നതാണ് എന്ത്? താക്കോല്. പത്രോസ്ലീഹയുടെ കയ്യിൽ ഈശോ കൊടുത്തപ്പോ പൂട്ടില്ലായിരുന്നു. പൂട്ടെന്തിയേ? ഒരു പൂട്ടും ഒരു താക്കോലും ആ കൊടുക്കണ്ടേ? പക്ഷെ പൂട്ട് കൊടുത്തില്ല, ഒരു താക്കോല് മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ടൊരു വാക്കും പറഞ്ഞു, ഇത് സ്വർഗത്തിന്റെ താക്കോലുകളാണ്. താക്കോല് ആരുടെ കൊടുത്തു? പത്രോസിന്റെ കയ്യിൽ. ഇപ്പൊ ഇത് എവിടെയുണ്ട്? ഈ താക്കോൽ ഇപ്പൊ എവിടെയുണ്ട്? ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് ആ താക്കോല് കൈമാറി ഇന്ന് ഈ പള്ളിയിൽ ഇവിടെ ഇരിക്കുമ്പോ എവിടെയുണ്ട്? ആ താക്കോലാണ് ഇന്നത്തെ കുമ്പസാരക്കൂട്. ഹല്ലേലൂയ. പത്രോസ്ലീഹായുടെ കയ്യിൽ അന്ന് കൊടുത്ത താക്കോല് കൈമാറി ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. പിശാച് പൂട്ടിയിട്ടിരിക്കുന്ന ഏത് ജീവിതവും ആ കുമ്പസാരക്കൂട്ടിൽ വന്ന് എളിമയോടെ മുട്ടുകുത്തി അനുതാപത്തോടെ പാപമേറ്റു പറഞ്ഞാൽ ആ പൂട്ട് അഴിക്കാനുള്ള താക്കോൽ ദൈവം മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും, ബുദ്ധമതത്തിൽ അതില്ലല്ലോ അച്ഛാ, സിഖ് മതത്തിൽ ഞാനത് കണ്ടിട്ടില്ലല്ലോ, ഹിന്ദു മതത്തിലില്ലല്ലോ, ഇസ്ലാം മതത്തിലില്ലല്ലോ.
അതെന്താ ബൈബിളിൽ മാത്രമേ ഉള്ളല്ലോ, അതെനിക്കറിയാൻ പാടില്ല. പക്ഷേ ശ്രദ്ധിച്ചോ, സിഖ് മതത്തിലുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല, ബുദ്ധമതത്തിന്റെ മതഗ്രന്ഥത്തിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല, ഇസ്ലാം മതം വിശ്വസിക്കുന്നവരുടെ മതഗ്രന്ഥത്തിലുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, പാപം ഏറ്റു പറയണം എന്ന്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു ചേട്ടന്റെ ഒരു പള്ളി ധ്യാനത്തിന് ചെല്ലപ്പോൾ ഒരു ചേട്ടനെ അച്ഛൻ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ഈ ചേട്ടൻ പള്ളി കയറുകയില്ല, കുമ്പസാരിക്കുകയില്ല, അതുകൊണ്ട് അച്ഛൻ ഒന്ന് കാണണം. ഞാൻ ആ ചേട്ടനെ കാണാൻ വേണ്ടി അപ്പുറത്തെ മുറിയിൽ ഇരുന്നപ്പോ ആ ചേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ എന്നെ ഉപദേശിക്കുന്നെങ്കിൽ ഞാൻ കുമ്പസാരിക്കുകയില്ല, ഞാൻ പള്ളി കയറാൻ വേണ്ടിയാണ് അച്ഛൻ ചെയ്യുന്നെങ്കിൽ ഞാൻ പള്ളി കയറിയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് കാരണം? അച്ഛന്മാരൊക്കെ എന്നേക്കാൾ വലിയ പാപികളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സന്തോഷമായി? വളരെ സന്തോഷമായി. ഇപ്പോൾ അച്ഛന്മാർക്ക് നല്ല കാലമല്ല, എന്നാലും പറയാം, അച്ഛന്മാർക്ക് നല്ല കാലമല്ല. ഈ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളെക്കാൾ വലിയ പാപികളാണ് അച്ഛന്മാര്, സോറി എന്നേക്കാൾ വലിയ പാപിയാണെന്ന്. ഞാൻ കേട്ടിട്ട് എനിക്ക് ഒരു മറുപടിയും പറയാനില്ലാതെ തലയും കുനിച്ച് ഞാൻ പോന്നു. ഞാൻ പറഞ്ഞു, അച്ഛോ വേറെ നല്ല കഴിവും അനുഭവമുള്ള അച്ഛന്മാരെ കൊണ്ട് സംസാരിക്കുക. ആ ചേട്ടനോട് പറഞ്ഞു വയ്ക്കാൻ പറ്റിയായിരുന്നു. ഞാൻ ആ വിഷയം നല്ല അനുഭവമുള്ള ഒരച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇന്ന സ്ഥലത്ത് ധ്യാനത്തിന് പോയി, ഒരു ചേട്ടൻ അച്ഛൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്നാ അതിന് മറുപടി എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നേ എന്നാ പറയാൻ പോകുന്നേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പതുക്കെ എന്നോട് പറഞ്ഞു, കേൾക്കാൻ പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞേ, ഈ ഞാൻ ഇപ്പോൾ ഏറ്റവും വലിയ പാപിയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് കരുതുക. ഞാൻ വലിയൊരു പാപിയാ, ഭയങ്കരം പാപിയാ, പക്ഷെ വെള്ളക്കുപ്പായൊക്കെ ഇട്ടാ നയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും വെള്ളയടിച്ച കുഴിമാടം എന്ന് ഈ അച്ഛനെ നോക്കിയാണോ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നും. ഏറ്റവും വലിയ പാപിയാണ് ഞാനെങ്കിലും നിങ്ങൾക്കത് അറിയാമെങ്കിലും ഈ ഞാനായിരിക്കും കുമ്പസാരക്കൂട്ടിലിരിക്കുന്നേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട, ആ അച്ഛൻ്റെ അടുത്ത് എന്നാ പറയാൻ പോവാൻ, അതിനേക്കാൾ വലിയ ഭാവിയായ ഒരാൾ അവിടെ ഇരിക്കുന്നതെന്ന് പറയരുത്. കാരണം അച്ഛൻ പറഞ്ഞ ഉത്തരം ഇതാണ്, ഈ മാത്യു എന്നു പേരുള്ള എനിക്ക് കുറവുണ്ട്. മാത്യു എന്ന് പേരുള്ള എന്റെ സ്വഭാവത്തിന് വൈകല്യങ്ങളുണ്ട്. മാത്യു എന്ന പേരുള്ള ഈ എനിക്ക് വിശുദ്ധിയുടെ കുറവുണ്ട്, പാപമുണ്ട്, കുറവുണ്ട്, ബലഹീനതയുണ്ട്. ഞാൻ പച്ചയായ മനുഷ്യനാണ്, സമ്മതിച്ചു. അടുത്തത്, ഈ കുറവുള്ള എനിക്ക്, ഈ ബലഹീനതകളുള്ള എനിക്ക്, ഈ വിശുദ്ധിയുടെ കുറവുള്ള എനിക്ക് സ്വർഗത്തിലെ ദൈവം കരുണ തോന്നി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുറവുമില്ലാത്ത പൗരോഹിത്യം. എനിക്ക് കുറവുണ്ട്, പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യത്തിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അത് ദൈവം തന്നതാ. എനിക്ക് കുറവുണ്ട്, എനിക്ക് കുറവ്, എല്ലാ രീതിയിലും കുറവും ബലഹീനതയും കുഴപ്പങ്ങളും ഒക്കെ ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ദൈവമേ എത്ര പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ. എനിക്ക് കുറവുണ്ട്, പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യം വിശുദ്ധിയുള്ളതാ, അത് കുറവില്ല. അപ്പോൾ ഞാൻ എന്റെ അടുത്ത് വരുന്ന ഒരു പാപം ഏറ്റുപറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ പാപം മോചിക്കുമ്പോൾ കുറവുള്ള ഞാൻ, ബലഹീനതകളുള്ള ഞാൻ അല്ല പാപം മോചിക്കുന്നേ. പിന്നെയോ ഈ കുറവുള്ള എനിക്ക് ദൈവം തന്നിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപയിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിലാണ് ഒരു വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപം മോചിക്കുന്നുവോ അത് സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ കെട്ടഴിക്കുന്നുവോ അത് അവിടെയും അഴിച്ചിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ചേ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം പ്രവർത്തിക്കും, അതാരുടെ ജീവിതത്തിലാണെങ്കിലും. പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണം പറയാം. പാപം, അതായത് നമ്മുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം 9 മണിയാകുമ്പോൾ ധ്യാനം കഴിയുന്നു, 9:30 ആകുമ്പോൾ വീട്ടിലെത്തുന്നു, നമ്മൾ ഉടനെ ചോറ് കഴിക്കും. നമ്മുടെ മുമ്പിലേക്ക് വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവരും. പാത്രം, ഇതൊരു പാത്രമാണെന്ന് കരുതുക. പാത്രം നമ്മുടെ മുമ്പിൽ വെച്ച് ചോറ് വിളമ്പുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് നോക്കും പാത്രത്തെ വല്ലതും ഉണ്ടോന്ന്. എന്തിനാ ചോറ് വിളമ്പാൻ നേരത്ത് പാത്രം വൃത്തിയുള്ളതാണോ നോക്കിയേ? ഇനി പോട്ടെ, നമ്മൾ ഈ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇച്ചിരി ചോറും സാമ്പാറും കൂട്ടി കഴിച്ചിട്ടാ പോന്നെ.
നമ്മൾ ഇപ്പോൾ വച്ച പാത്രത്തിന്റെ സൈഡിൽ ഇച്ചിരി സാമ്പാർ പറ്റിയിട്ടുമുണ്ട്. പാത്രം കഴുകിയപ്പോ തിരക്കിന് ഇച്ചിരി വിട്ടുപോയി. എവിടെയാ സാമ്പാറിന് ഇച്ചിരി മിച്ചു വരുന്നേ? പാത്രത്തിന്റെ വക്കയില്. അപ്പോൾ നമ്മൾ എന്നാ പറയുന്നേ? ഈ പാത്രം ഇന്നലത്തെ സാമ്പാറല്ലേ, കുഴപ്പമില്ല, വിളമ്പിക്കോ എന്നാണോ പറയുന്നേ? എടി ഇതൊന്ന് കഴുകിക്കൊണ്ട് വന്നേന്ന് പറയും. ഇതൊന്ന് കഴുകിക്കേ. അല്ലെ നമ്മൾ തന്നെ ആ പാത്രവുമായിട്ട് പോയി ഒന്ന് കഴുകും. എന്തിനാ? ചോറ് വിളമ്പുന്നതിന് മുമ്പ് പാത്രം കഴുകിയേ. ചോറ് വിളമ്പുമ്പോ പോലും നമ്മുടെ ഉള്ളിൽ ഒരു നിർബന്ധമുണ്ട്, പാത്രം വൃത്തിയുള്ളതായിരിക്കണം. നന്നായിട്ട് വൃത്തിയുള്ള ഒരു പാത്രത്തിലാണ് ചോറും കറിയും വിളമ്പുന്നത്. ശ്രദ്ധിച്ചേ, നമ്മൾ ചോറ് വിളമ്പുന്നത് പോലും വൃത്തിയുള്ള പാത്രത്തിലാണ്. എന്നാൽ ഓർത്തോ, നമ്മുടെ ജീവിതത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് ദൈവം എന്തെങ്കിലും തരണമെങ്കിൽ എന്റെ വീട് വിശുദ്ധിയുള്ളതായിരിക്കണം, എന്റെ മനസ്സ് വൃത്തിയുള്ളതായിരിക്കണം. ചോറ് വിളമ്പുമ്പോ പോലും പാത്രം എങ്ങനെയുണ്ടെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കണം. എന്തെങ്കിലും പാപത്തിന്റെ കറയോ കരിയോ എന്തെങ്കിലും ഒക്കെ ജീവിതത്തിന്റെ കാലത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പാപം ഏറ്റുപറഞ്ഞ് അതിനെക്കുറിച്ച് അനുതപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പാപത്തെ കുറിച്ച് അനുതപിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുമ്പസാരിക്കും, നാളെ കുമ്പസാരത്തിന് ഒരുക്കുക. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. സാധിക്കുമെങ്കിൽ നാളെ കുമ്പസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു നേരം എടുക്കണം. ഒരു നേരം, ആരോഗ്യമുള്ളവർ ഒരു നേരം. എന്നിട്ട് നാളത്തെ ദിവസം മുഴുവൻ ചിന്തിക്കണം, ദൈവമേ ഇത്രയും നാൾ ഞാൻ ജീവിച്ചിട്ട് എങ്ങനെയാ ജീവിച്ചേ, എന്താ ചെയ്യണ്ടേ, എവിടെയാ പാളിപ്പോയെ, എവിടെയാ വീണേ. അങ്ങനെ ചിന്തിച്ചിട്ട് നന്നായിട്ട് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തിയാൽ ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ നെല്ലിക്കാക്കൊട്ട മറിച്ചുപോലെ അനുഗ്രഹത്തിന്റെ ദിവസമായി മാറും. ഇനി നാളെ ഓടി പണിയും കഴിഞ്ഞ് ഒരു കുളിയും കഴിച്ച് ഓടി വന്ന് ഒരു കുമ്പസാരം നടത്താൻ വേണ്ടി ആരും വരരുത്. കുമ്പസാരിച്ചില്ലെങ്കിൽ കുമ്പസാരിച്ചില്ലെന്നേ ഉള്ളൂ. ലോകം അവസാനിക്കാൻ പോകുന്നില്ല. കുമ്പസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആത്മാർത്ഥതയോടെ കുമ്പസാരിക്കണം. നമ്മളുടെ ആത്മാർത്ഥത സ്വർഗത്തിലെ ദൈവം കാണും. ദൈവത്തിന്റെ കണ്ണുകൾ 1000 സൂര്യന്റേതിനേക്കാൾ വെളിച്ചമുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമേ, നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, എങ്ങനെയേലും തട്ടിമുട്ടി ജീവിക്കണം. അങ്ങനെയുള്ള ഒരു കുമ്പസാരിച്ചിട്ട് കാര്യം, എനിക്ക് എങ്ങനെയേലും ഒക്കെ തട്ടിമുട്ടിയൊക്കെ പോയാൽ മതി, എനിക്ക് ദൈവാനുഗ്രഹമൊന്നും വലിയ ആവശ്യമില്ല. അങ്ങനെയുള്ള ഓരോ ധ്യാനമല്ലേ നമ്മൾ കുമ്പസാരിക്കുന്നത്. എങ്ങനെ അറിയോ? ഈസ്റ്റർ അല്ലേ, ക്രിസ്മസ് അല്ലേ, ധ്യാനമല്ലേ, കുമ്പസാരിച്ചേക്കാം. ഈസ്റ്റർ ആയോണ്ടും ക്രിസ്മസ് ആയോണ്ടും ധ്യാനമായോണ്ടും അല്ല കുമ്പസാരിക്കണ്ടേ. എന്റെ ദൈവത്തിൽ ഞാൻ ഇച്ചിരി അകലെയാ. ഞാൻ അതുകൊണ്ട് എന്റെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഒരു പടി അടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അടുക്കുന്നവരോട് സ്വർഗത്തിലെ ദൈവം വലിയ കരുണ കാണിക്കും. പലർക്കും അറിയത്തില്ല എവിടെയാ തുടങ്ങണ്ടേന്ന്. നന്നായി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏത് പടുകുഴിയിൽ നിന്നും ദൈവം കൈക്ക് പിടിച്ചുയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ നന്നായി കുമ്പസാരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നാളെ എന്തൊക്കെയോ ഒരു പാപം പറഞ്ഞ് അന്നേരം പോകരുത്. കുമ്പസാരിച്ച് ഉള്ള പാപം മനസ്സിൽ നിന്ന് ദൈവം എടുത്ത് കളയാൻ വേണ്ടി ഏറ്റുപറയണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് തീരുമാനിക്കണം, ഈ ഏറ്റുപറഞ്ഞ പാപം ദൈവമേ ഞാൻ വെറുത്തുപേക്ഷിക്കുക, എനിക്ക് ശക്തി തരണം. ദൈവം നിങ്ങളെ ഉള്ളംകൈയിൽ എന്ന പോലെ കരുതും. ഉള്ളംകൈയിൽ എന്ന പോലെ കരുതും. പാപം ഏറ്റുപറയുന്നവരുടെ ജീവിതം ഒന്നിനൊന്നായി ഉയർന്ന് പ്രശോഭിക്കാൻ ഇടവരും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പാപത്തിൽ തുടരണമെന്നല്ല, എന്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് അതേറ്റു പറഞ്ഞ് എന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം. ദൈവത്തിന്റെ ആഗ്രഹം.